ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കുറേ എന്താ പറയുക ന്യൂസിലൊക്കെ വരുന്നുണ്ട്, ഇങ്ങനെ 2024 സ്കീം ബിടെക് ചൂസ് ചെയ്യണ്ട, കാരണം അതിന് സ്കോപ്പ് കുറവാണ്. ഇപ്പം ഏകദേശം 40 ലക്ഷത്തോളം എഞ്ചിനീയേഴ്സ് ആണ് ഒരു വർഷം പാസ് ഔട്ട് ആയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഒട്ടും സ്കോപ്പ് ഉണ്ടാവത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പിള്ളേർ തന്നെ എന്നോട് ഡൗട്ട് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇതെടുത്തിട്ട് കാര്യമുണ്ടോ, ജോലി കിട്ടുമോ, സ്കോപ്പ് ഉണ്ടാവുമോ എന്നൊക്കെ. അപ്പം സ്കോപ്പ് എന്ന് പറയുന്നത് എന്താ, ഇപ്പൊ ഇത്ര സ്റ്റുഡൻസ് കയറുന്നത് കൊണ്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടും അങ്ങനല്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല്, പലരും പറയുന്നുണ്ടല്ലോ ഇപ്പൊ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല്, ഞങ്ങൾ കയറിയപ്പോ ഉണ്ടായിരുന്ന അത്രയും ബ്രാഞ്ചസ് അല്ല ഇപ്പൊ ഉള്ളത്. 2024 സ്കീമില് കുറെ അധികം റയർ ബിടെക് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിലെല്ലാം സ്റ്റുഡൻസ് കയറിയിട്ടുമുണ്ട്. അപ്പം ആ റയർ ആയിട്ട് ചൂസ് ചെയ്തവർക്ക് മീൻസ് അവർക്ക് അവരുടേതായിട്ടുള്ള കമ്പനീസ് ഉണ്ടെങ്കിൽ അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ജോബ് കിട്ടാനുള്ള ചാൻസ് അവർക്ക് കൂടുതലായിരിക്കും ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അങ്ങനത്തെ കുറെ റയർ ബ്രാഞ്ചസ് ഇപ്പൊ കേരളയിൽ തന്നെ പല കോളേജസിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നു എന്ന് പറയുന്നത്. അപ്പൊ എന്ന് വെച്ച് നിങ്ങളിപ്പോ CS ചൂസ് ചെയ്തു, CS ഇപ്പം അറിയാലോ ഫുൾ എല്ലാ മിക്ക സ്റ്റുഡൻസും CS ബ്രാഞ്ച് എപ്പോഴും ഫുൾ ആയിരിക്കും. അപ്പൊ CS ഓപ്പർച്യൂണിറ്റീസ് കുറവാണെന്നൊന്നും വിചാരിക്കണ്ട. കാരണം CS എത്രയോ പ്ലേസ്മെന്റ്സ് ആണ് ഞങ്ങളുടെ കോളേജിൽ തന്നെ വരുന്നതെന്ന് അറിയോ. അവിടെ പ്ലേസ്ഡ് ആവുന്നത് മിക്കവരും CS തന്നെയാണ്. ഇപ്പൊ ഈ റയർ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞല്ലോ, അത് ഒന്നെങ്കിൽ ഇപ്പൊ CS തന്നെ സ്പ്ലിറ്റ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, പിന്നെ ഇലക്ട്രോണിക്സിൽ തന്നെ എംബഡഡ് സിസ്റ്റം, അങ്ങനെ പല പല ബ്രാഞ്ചസ് അതിൽ നിന്ന് തന്നെ സ്പ്ലിറ്റ് ആയി പോകുന്നതാ. അപ്പൊ നമുക്കും ആ പ്ലേസ്മെന്റ് ഡ്രൈവ് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ചാല്, ഈ റയർ ബ്രാഞ്ചസുകാർ പഠിക്കുന്നത് കുറച്ച് അതും സ്കിൽസും റയർ ആയിട്ടുള്ളത് തന്നെ ആയിരിക്കും. നമ്മൾ പഠിക്കുന്നത് കോമൺ ആയിട്ടുള്ള C പ്രോഗ്രാമിംഗ്, പൈത്തൺ, ഇതൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ റയർ ആയിട്ടുള്ള പുതിയ പുതിയ സ്കിൽസ് അറ്റൈൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ കോളേജസിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രീ ടൈമിലാണെങ്കിൽ പോലും യൂട്യൂബിൽ തന്നെ നോക്കി നിങ്ങൾക്ക് എന്തെല്ലാം പഠിക്കാം. അപ്പൊ അങ്ങനെയുള്ള റയർ സ്കിൽസ് കണ്ടുപിടിച്ച് ഏതെങ്കിലും ഒരു കമ്പനി തന്നെ, നിങ്ങളിപ്പം വലിയൊരു കമ്പനി എടുത്ത് നോക്കുക, അവർക്ക് വേണ്ട സ്കിൽസ് എന്താണെന്ന് അവരുടെ വെബ്സൈറ്റിലും എല്ലാം കയറി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിലേതെങ്കിലും ഒരു സ്കിൽ എടുത്ത് പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ജാവയൊക്കെ എളുപ്പമുള്ളവർക്ക് ഗൊലാങ് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ഉണ്ട്, അത് പഠിക്കുന്നത് എളുപ്പമായിരിക്കും. അത് കുറെ കമ്പനീസ് ഇപ്പൊ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഓരോരോ സ്പെസിഫിക് സംഭവങ്ങൾ എടുത്ത് നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഈ സ്കോപ്പ് എന്ന് പറയുന്നത് കുറെ കുട്ടികൾ കാരണം എന്തായാലും കുറഞ്ഞു പോകത്തില്ല. നമ്മുടെ സ്കില്ലാണ് നമ്മളെ യുണീക്ക് ആയിട്ട് നിർത്തുന്നത്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു റയർ സ്കിൽ എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ്, ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.